ഞങ്ങൾ കുളിക്കാനൊരു റിവർ അന്വേഷിച്ചിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു വഴി പറഞ്ഞു തന്നു. ആൾ കൂടുണ്ട്, പാലം പൊട്ടി ചാടുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും അല്ലേ. ഇവിടെയൊക്കെ കുളിയാണ്. ഞാൻ ഇതുണ്ടോ, ഇതൊക്കെ ശിവലിംഗമാണ്, ശിവലിംഗം. അപ്പോൾ ഇതിൽ പൂജ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഇവിടെ. രാത്രി അങ്ങായിട്ട് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോഗ് ഫാൾസ് മാപ്പ് ഇട്ടെങ്കിൽ പോകുന്നതാണ്. ഈ സ്ഥലം ആദ്യമായിട്ട് നമ്മൾ വരുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ പോലെയാണ്, ഭയങ്കര കാടും മറ്റൊക്കെ. സ്റ്റേ ഒക്കെ കിട്ടാൻ ഇവിടെ പമ്പ് ഉണ്ടോയെന്നൊന്നും അന്വേഷിച്ചിട്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല. ഇവിടെ പരിസരത്തെ കണ്ട ഒരു സ്ഥലത്ത് ഒരു പമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് തിരഞ്ഞു പോവാണ്. സോ നമ്മൾ ഈ കാട്ടിൻ്റെ അകത്തൊരു പെട്രോൾ പമ്പ് ഉള്ളത് കണ്ടുപിടിച്ച് ഇവിടെ എത്തി. പക്ഷെ ഇതിൻ്റെ ചുറ്റുഭാഗം എന്താണെന്ന് ഒരു പിടിയുമില്ല നാട്ടില്. പക്ഷേ വേറൊരു വിഷയമുണ്ട്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ജോഗ് ഫാൾസ് ഇവിടെ പരിസരത്താണുള്ളത്. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ഈ പുറത്തുനിന്ന് കുറേ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ നമുക്ക് പെട്രോൾ പമ്പിൽ കടക്കാൻ വരെ ഉള്ളിൽ ആരെയും അനുവദിക്കില്ല. മൊത്തത്തിൽ ഇങ്ങനെ വരുന്ന ക്യാമ്പിങ് ചെയ്യുന്നവരൊന്നും അകത്ത് അനുവദിക്കില്ല. എന്നപ്പോൾ അവർ നമ്മളടുത്ത് വളരെ ഡീസൻ്റായിട്ട് മാന്യമായിട്ട് പറഞ്ഞു അവിടെ പറ്റൂല എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടും നമുക്ക് പോകാനൊരു മാർഗ്ഗമല്ല. ഒരു 40-50 കിലോമീറ്ററൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കുറേ സ്ഥലത്ത് പെട്രോൾ പമ്പൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പമ്പുകളാണ്, അവിടെ വലിയ ഫെസിലിറ്റീസൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒന്ന് പുറത്തവിടെ ഇറങ്ങിയിട്ട് ടെൻ്റ് അടിച്ച് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഏരിയനെ പറ്റി ഒന്നും അറിയില്ല, ഒരു ഇരുട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നോക്കാം. ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും അടിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ അകത്ത് എവിടെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ. ഇപ്പോൾ ഇവിടെ പുറത്ത് ഇവിടുത്തെ ഏരിയനെ പറ്റി നമുക്കൊരു പിടിയുമില്ല. ഇവിടെ എവിടെയെങ്കിലും അടിക്കാൻ പറ്റുമോ? വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് എവിടെയെങ്കിലും അടിക്കാൻ പറ്റണം. നല്ലതായിരുന്നു. ഈ സ്ഥലമൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. ഇവിടെ ഏരിയ ഒരു ഐഡിയ ഇല്ലാത്ത ഏരിയയാണ്. വന്നത് രാത്രി. പിന്നെ ആനിമൽസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണോന്നും അറിയില്ല. എന്തായാലും ഇവിടെ അടിക്കാൻ വിചാരിക്കുന്നു. ചോദിച്ചു നോക്കട്ടെ, ഇവിടെ അടിക്കാൻ പറ്റുമെന്നെങ്കിൽ ഇവിടെ അടിക്കും. ഇവിടെ റോഡുണ്ട്, വല്ലപ്പോഴും ഒരു വണ്ടിയൊക്കെ പോകും രാത്രിയായാലും. ഓക്കെ, നോക്കാം. ഇവിടെ ഏതായാലും അടിക്കാൻ തീരുമാനിച്ചു. അവിടെ പോയി ചൂല് മേടിച്ചിട്ട് വന്നു. ചൂല് മേടിച്ചു. വണ്ടി ഇവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ഇവിടെ കല്ലാണ് ഫുള്ളായിട്ട്. അപ്പോൾ കല്ലൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി വൃത്തിയാക്കിയിട്ട് ഇവിടെ അടിക്കാം. ഞങ്ങൾ ഏതായാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ സെറ്റായി. പുറത്തത്തെ ഒരു കാര്യം ഞങ്ങളിനി അറിയില്ല. രാവിലെ കാണാം ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് നമ്മൾ വന്ന സ്ഥലം. അത്ര വലിയ വിഷയമുള്ള ഒരു സ്ഥലം എന്നല്ല, പറമ്പുകളാണ്. വീടുകളൊന്നും ഉണ്ടാവില്ല. ഒഴിഞ്ഞ സ്ഥലത്തൊരു പമ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വീടുകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നല്ല ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇന്നിനിപ്പോൾ ഏതായാലും ഇവിടെ പരിസരത്തു നിന്നൊരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ജോഗ് ഫാൾസ് ഉള്ളത്. അതൊന്ന് ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാപ്പൂരിലേക്കുള്ള യാത്ര തുടരുകയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എല്ലാപ്പൂർ ചെന്നിട്ട് കാണാം. എല്ലാപ്പൂരിലാണ് നമ്മൾ യാത്രേൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചുള്ള സ്ഥലങ്ങളും ഒക്കെ അവിടെയാണുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ഒരു നമ്മുടെ ജോഗ് ഫാൾസ് ഒന്ന് കണ്ടിട്ട്, വെള്ളമൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഏഷ്യയിലൊക്കെ എത്രയൊക്കെ സ്ഥാനങ്ങളൊക്കെ ഉള്ളൊരു പിന്നെ വാട്ടർഫാൾസ് അല്ലേ. അപ്പോൾ ഇത് വഴി വരുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നേരെ പോകണം. നേരം വെളുത്ത് നമ്മളൊക്കെ എണീച്ച് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. ടെൻ്റൊക്കെ മടക്കി, പുതപ്പെല്ലാം കാര്യങ്ങളെല്ലാം മടക്കി വണ്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ജോഗ് ഫാൾസ് ഇപ്പോൾ ഓപ്പണാണെന്നല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ വിടും. ജോഗ് ഫാൾസിൻ്റെ എൻട്രൻസിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണമെങ്കിൽ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മലൻ്റെ മുകളിൽ നിന്നുള്ള വേറൊരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് തനിച്ച് പോകാൻ പറ്റില്ല, ഇതുപോലെ പാക്കേജിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു ഗൈഡിനെയും കൂട്ടിയിട്ട് അവിടുത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, രാവിലെ തന്നെ 9 മണി നമ്മൾ ജോഗ് ഫാൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജോഗ് ഫാൾസിൻ്റെ എൻട്രൻസ് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ, ഇവിടെ പാക്കേജാണ്, നമുക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒക്കെ ഉണ്ട്, ട്രക്കിംഗ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകണമെങ്കിൽ ഇവിടെയുള്ള ടാക്സി അസോസിയേഷനിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടാക്സിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബിസിനസ് ടൈപ്പ്, അല്ലാതെ അങ്ങനെ റൂൾസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ അറിയാത്തൊരു കുറച്ച് സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ പെട്ടുപോകും. അങ്ങനെ ഞങ്ങളും പെട്ടു. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ഹാരിഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ടാക്സി അസോസിയേഷൻ്റെ ആളാണത്രേ.
മൂപ്പര അണ്ടറിലൊരു ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ജോഗ് ഫാൾസിൻ്റെ ഭാഗങ്ങൾ കാണാം. അതിൻ്റെ എൻട്രൻസ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് ഏഷ്യയിലൊക്കെ സ്ഥാനമൊക്കെ ഉള്ളതല്ലേ. ഇപ്പോൾ വെള്ളം ഉണ്ടോ എന്നുള്ളതൊന്നും അറിയുന്നില്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ജോഗ് ഫാൾസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലാണ് ഇപ്പോൾ. ഓക്കെ, മൂപ്പരെ കൂടെ നമുക്ക് പോയി നോക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ ജോഗ് ഫാൾസിൻ്റെ എൻട്രൻസിൽ എത്തി ഉണ്ടല്ലേ. ഇവിടെ തന്നെ ഉള്ളൂ. അത് ശരി. ഈ കാണുന്ന തന്നെ കേട്ടോ ഫാൾസ്. വലിയൊരു മലയാണ് ഉണ്ടല്ലേ. വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ യഥാർത്ഥ ഫാൾസിൻ്റെ കറക്റ്റ് വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ കുറച്ച് ട്രെക്ക് ചെയ്ത് പോകണം ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് ചെയ്യില്ല. നമ്മൾ എടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റായിട്ട് അതിന് ചാർജൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നുമില്ലാതെ അവരുടെ കൂടെ നമുക്ക് പോകണം. കാട്ടിലൂടെ പോയിട്ട് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി നോക്കാം. എന്നാലും ഇവിടെ കുഴിഞ്ഞൊക്കെ പോകണം. ഇവിടെ വന്നിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് കാണാം ജോഗ് ഫാൾസ്. ബ്രോ അത് ഓടാൻ കൊക്ക ഭയം. ഇത് പക്ക അഡ്വഞ്ചറാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ആലോചിച്ചിരിക്കുന്നതാണ് എൻ്റെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് അഗാധ ഗർത്താണ് കേട്ടോ. ഇത് വെള്ളം ഉള്ള സമയത്താണ് നല്ല ഉണ്ടാവും. അവിടെ ഉണ്ട് വെള്ളം ക്രോസ് ആയിട്ട് പോകണത്. അത് പറഞ്ഞു തണ്ണി ക്രോസ് ആ പോകുന്നത്. நம்ம உள்ளே போகிறோம். அங்கே உள்ள ஹட்டெல்லாம் இருக்கு. ஹட்டுனா அந்த குடிசை மாதிரி அங்கே இருக்குன்னு நினைக்கிறேன். அங்கே பாருங்க നമ്മൾ ഇരിക്കുള്ള. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഇങ്ങനത്തെ ഒരു വാട്ടർഫാൾസ് ട്രിപ്പിൽ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആക്സിഡൻ്റലി ഇതുവഴി വന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ജോഗ് ഫാൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ജസ്റ്റ് ഇത് വഴിക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പം പിന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസും വാട്ടർഫാൾസും നമ്മൾ കാണാൻ പോകാറില്ല. പക്ഷേ ഇത് എന്തായാലും വർത്താണ്. കാരണം നമ്മൾ പറഞ്ഞു കേട്ടനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ സത്യം തന്നെയാണ്. നല്ല അഡ്വഞ്ചറാണ്. പിന്നെ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ അപകടം പിടിച്ച വാട്ടർഫാൾസിൽ നിന്ന് 2ാം സ്ഥാനം എന്താണ്, 1ാമത്തേതൊന്നും എനിക്കറിയില്ല. പക്ഷേ 2ാം സ്ഥാനമാണ്. പിന്നെ ഏഷ്യയിൽ എന്തൊക്കെ സ്ഥാനം അതൊക്കെ പറയുന്നുണ്ട്. അത് എന്തോ സ്ഥാനങ്ങളെന്തോ ആവട്ടെ. പക്ഷേ ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ളൊരു സ്ഥലം തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒരു സേഫ്റ്റി ഇല്ല. ഈ ഭാഗത്തേക്ക് വരുന്നത് ട്രക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഇവരുടെ ഗൈഡ് ടാക്സി അസോസിയേഷൻ്റെ ടാക്സി ഡ്രൈവർമാരുടെ അസോസിയേഷൻ്റെ കീഴിൽ അവരുടെ ഒരു സേഫ്റ്റിയിൽ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് ചെറിയൊരു പൈസയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് 3 കിലോമീറ്റർ ചുറ്റിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നാലേ ഈ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഹൈറ്റും ഇവിടുത്തെ ഈ വെള്ളം ചാടുന്ന കാഴ്ചകളൊക്കെ. പിന്നെ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ കൂടുതൽ വെള്ളം ഉണ്ടാവും എന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു, അവർ കാണിച്ചു തന്നു. പക്ഷെ അത് കൂടുതൽ വെള്ളം ഉണ്ടാവും എന്നല്ലാതെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ മനസ്സിലാവും. കാരണം വെള്ളം നിറഞ്ഞിരിക്കും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അഡ്വഞ്ചർ മനസ്സിലാവും. വെള്ളത്തിൻ്റെ ഒരു ഭീകരത ഉണ്ടാവും എന്നല്ലാതെ ഈ പീക്കിൻ്റെ ഒരു ഹൈറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ തന്നെ ആയിരിക്കും കറക്റ്റ് എന്നാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഏകദേശം ഒരു കറക്റ്റ് സമയം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും അഡ്വഞ്ചർ ആയിരുന്നത് കാണാൻ. വന്ന് ഒരു പ്രാവശ്യം കാണാൻ ഇത് വർക്ക് തന്നെയാണ്. പിന്നെ ഇത് വഴിക്ക് വരുന്നവർക്ക് ഇതൊരു വിരുന്ന് തന്നെയാണ്. ഒരു ദൃശ്യവിരുന്ന് തരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഫാൾസ്. നല്ലൊരു അനുഭവം തന്നെയാണ്. പക്ഷേ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഈ വഴിക്ക് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വരുന്ന ഭാഗം കുറച്ച് ഡേഞ്ചറാണ്. അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മരണങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അത്ര.
ഈ ഏരിയയിലേക്ക് വരല് ഡേഞ്ചർ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പീക്കാണ്. ഇവിടെ ഈ ഗൈഡുകൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. അവരൊരു സേഫ്റ്റിയിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. ഈ പാറകളൊക്കെ പെട്ടെന്ന് വഴുക്കും. നല്ല പിന്നെ ഇതുണ്ട്, ഉയരമുണ്ട്, വെള്ളം ചേർന്ന ശബ്ദം കേൾക്കാം. പിന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സാധാരണ നമ്മൾ സിംഗിളായിട്ട് വരികയാണെങ്കിൽ ഇതിന് മേലുള്ള സ്പോട്ടുണ്ട്, അതുവരെ വരാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് വിടില്ല ഈ ഗൈഡുകൾ. ഒരു ബിസിനസ് ആണെന്നാലും ഏകദേശം അവർ പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരാനുള്ള ചാർജ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റാണ്. അത് ഞാൻ ഇവിടെ ഒരാളുണ്ട് ആരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ടൂർ അസോസിയേഷൻ്റെ ഇതിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞങ്ങൾ അങ്ങനെ വന്നു. ഇപ്പോൾ നമ്പറൊക്കെ നമ്മുടെ ചാനലിൽ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ജോഗ് ഫാൾസിൽ വരികയെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അതിനകത്ത് പോയി കാണാൻ പറ്റില്ല. കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ട്രക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടാക്സി അസോസിയേഷൻ്റെ ഹെൽപ്പ് വേണം. അവരുടെ അണ്ടറിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് അവിടെ പോയിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വന്നത് ആരിഫ് മൂപ്പരാണ്. മൂപ്പര് അസോസിയേഷൻ്റെ ആളാണ്. അപ്പോൾ ടാക്സി അസോസിയേഷൻ്റെ ആളാണ്. അപ്പോൾ മൂപ്പർ നമ്പർ ഞാൻ എൻ്റെ ഇടയിൽ കൊടുക്കാം. ഇത് കൂടാതെ വേറെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട്. സ്റ്റേ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേറെ ഫാൾസ് ഒക്കെ ഉണ്ടല്ലേ. മൂച്ച് വാങ്ങുന്നത് എനിക്ക്. അപ്പോൾ ട്രക്കിങ് ഫാൾസൊക്കെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയകളുണ്ട്. അവിടേക്കും ഇവർ കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ പ്രൂഫ് മാത്രം ഉണ്ടായാൽ മതി. കൊണ്ടുപോകും. അല്ല, ആധാർ കാർഡ് കയ്യിൽ വെച്ചാൽ മതി. പിന്നെ അതിനുള്ള ഒരു പാക്കേജാണ് ഓരോ സ്ഥലം. അതായത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓരോ പ്ലേസുകളുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജുകളുണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. അപ്പം ആരിഫ് ഭായിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് ശേഷം വന്ന് നിങ്ങൾക്ക് ജോഗ് ഫാൾസൊക്കെ എൻജോയ് ചെയ്യാം. ഓക്കെ. സീസൺ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഫാൾസിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇതുപോലെ ആയിരിക്കും. ഇത് ആരിഫ് ഭായി ഫോണിലെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആഗസ്റ്റ് 3-ാം തീയതി ഷൂട്ട് ചെയ്തതാണ്. മഴയൊക്കെ കഴിഞ്ഞ ശേഷം വരികയാണെങ്കിലുള്ള ഫാൾസിൻ്റെ കണ്ടീഷൻ കണ്ടു. ഇത്രയും വെള്ളം ഉണ്ടാവും ഇവിടെ. ഫുള്ളായ ഓവർഫ്ലോ വെള്ളം ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇവിടുന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ. അടിപൊളിയാണ്. അപ്പോൾ റൈനി സീസണിൽ വരികയാണെങ്കിൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് പിന്നെ മാത്രമല്ല, ഇത് ഏഷ്യയിൽ ഏറ്റവും ഡെപ്തുള്ള, അതായത് 960 960 ഫീറ്റ് ഹൈറ്റുള്ള ഏറ്റവും വലിയ ഫാൾസാണ് ഏഷ്യയിലുള്ള. അപ്പോൾ അതൊരു പ്രത്യേകത ഉണ്ട്. അതോടുകൂടി മാത്രമാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് കാണാൻ നേരിട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഞങ്ങൾ ജോഗ് ഫാൾസൊക്കെ കണ്ടിട്ട് അവിടുന്ന് പുറത്തിറങ്ങി കുറേ ദൂരം വന്നതിൻ്റെ ശേഷം ഞങ്ങൾ കുളിക്കാനൊരു റിവർ അന്വേഷിച്ചിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു വഴി പറഞ്ഞു തന്നു. ഷർഷലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് വഴി നോക്കി വന്നപ്പോൾ അവസാനം ഇവിടെ ഒരു കാട്ടിലെത്തി. ഇതിപ്പോൾ ഫുള്ള് ഒരു കാടാണ്, ചെറിയൊരു ഇടുങ്ങിയ റോഡുണ്ട്. അപ്പോൾ സംശയം കൊണ്ട് ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചു വഴിയിൽ കണ്ടവരെടുത്ത്. അപ്പോൾ പറഞ്ഞു നേരെ പോയാൽ മതി, ഒരു പുഴ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വഴി നല്ലതാണ്. കരിമ്പുലിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത്. ഷർഷലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ വഴി പറഞ്ഞത് ഇവിടെയുള്ള ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ എന്തോ വാട്ടർഫാൾസ് അങ്ങനെ എന്തോ ഉണ്ട്. ഞങ്ങൾ റിവർ ചോദിച്ചു വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാൻ 30 രൂപ ടിക്കറ്റ് കൊടുത്തു. 30 രൂപ ടിക്കറ്റ് മീൻസ് ഈ പിന്നെ ഇതിന് വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ എന്തായാലും ഇവിടെ കുളിക്കാൻ സൗകര്യം ഉണ്ടോ എന്ന് വെച്ചപ്പോൾ നമുക്ക് അവിടെ കുളിക്കാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ടെമ്പിൾ എന്തോ ഉണ്ട് സംഭവം, എന്തോ ലിംഗം, ശിവലിംഗം എന്തോ സംഭവമാണ് ഇവിടെ. നമ്മളെ കുളി കഴിഞ്ഞിട്ടോ. ഞാൻ ഇവിടെ ഇതൊരു ക്ഷേത്രം ഒന്നാണ്, ഒരു കുളമല്ല, ഒരു പുഴ, കുറേ പാറക്കല്ലൊക്കെ ഉണ്ട്. അവിടെ കുറേ ശിവലിംഗമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് കുളിക്കുക, എന്തൊരു നേർച്ച പോലെ തോന്നുന്നു. പക്ഷേ ഞങ്ങൾ സാധാരണ ഒരു കുളം പുഴയൊക്കെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ളതാണ് സ്ഥലം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇതിലൊക്കെ ആൾക്കാർ വന്നിട്ട് കുളിയാണ്. അല്ലേ, ഇവിടെയൊക്കെ കുളിയാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങനെ ഇറങ്ങി കുറച്ചപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ദൂരെ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് കുളിച്ചിട്ട് പോന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ശിവലിംഗം ഉണ്ട്. ചെറിയ പാറകളിലൊക്കെ ശിവലിംഗം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ശിവലിംഗമാണ്, ശിവലിംഗം. അപ്പോൾ ഇതിൽ പൂജ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്കത് അറിയാതെ ഒന്നാണ്. പക്ഷെ എന്നാലും കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ അപ്പുറത്ത് പോയി സൈഡിൽ നിന്നിട്ട് കുളിച്ചിട്ട് കയറി വന്നു. ഇവിടെ എല്ലാ ആൾക്കാരും കുളിക്കുക, കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് വെള്ളത്തിൽ കുളിയാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ വരുന്ന വണ്ടികളൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു 30 രൂപ 50 രൂപയൊക്കെ ഫീസ് മേടിക്കും. അതന്നെയാണ്. പിന്നെ പോരാതെ തന്നെ ഇവിടെ ഒരു തൂക്കുപാലുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്. അതും കൂടെ ആൾക്കാർക്ക് വെറുതെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ കുറേ ഇട്ടിരിക്കാൻ തോന്നുന്നു. ജസ്റ്റ് അതും കൂടെ ഒന്ന് പോയി കാണാം. ഏതായാലും അപ്രതീക്ഷിതമായിട്ട് വന്നതല്ലേ. ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. കാട്ടുപോത്ത്, കരിമ്പുലി, ടൈഗർ, പാമ്പ്, പരുന്ത് എല്ലാം ഉണ്ടെന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അല്ലേ. ഹാങ്ങിങ് ബ്രിഡ്ജ് കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ ഇട്ടിരിക്കുകയാണ്. കുറച്ച് നീളമൊക്കെ ഉള്ള ആട്ടോ, അത്യാവശ്യമുണ്ട്.
ഇത് സെയിം പുഴ തന്നെയാണ്, അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് ഇട്ടിരിക്കണം, അതുവരെ ഉണ്ട്. ആ കുഴപ്പമില്ല. எப்படி இருக்கு இடம்? நான் தான் நீங்க இல்லை 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 உங்க சேனல்ல பாத்துருக்கேன். அவர் சார் நானும் பார்ப்பேங்க, அவரை பார்க்க முடியல, எல்லாரும் சொல்லுவாங்க ஒரு மாதிரி ஃபேமஸான சேனல் அது. சப்ஸ்கிரைபர்லாம் 5 lakhs பெரிய சேனல். ஒரு செல்ஃபி எடுத்துக்கலாமா? செல்ஃபிலாம் இல்லை, செல்ஃபிக்கெல்லாம் காசு. சார் ஒரே ஒரு செல்ஃபி சார் ப்ளீஸ். எல்லாத்துக்குமே காசு ஆகுங்க. ஒரு செல்ஃபி அப்படி எடுத்துங்க ஒரு செல்ஃபி. ஹாய். ரைட், தேங்க் யூ. காசு காசு காசு. இது என்ன, இது ரிவர் பேர் தெரியுமா உங்களுக்கு? அங்கே ஒரு மாடு பாருங்க எப்படி போச்சுதாங்க, മാട്. ആള് കൂടുണ്ട്, പാലം പൊട്ടിച്ചാടുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും. ആള് കൂടുണ്ട്, പാലം ആടുണ്ട്. പോവാ. ഇതാരാ ആരെ സ്റ്റഡിക്ക് നിൽക്കണ്? അടിപൊളിയായിട്ടാ, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മഴക്കാറും കൂടിയിട്ടുണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ എല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എല്ലാപ്പൂരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് ഒക്കെ. എന്നാലും ഇനി നേരെ പോവാം. ഓക്കെ, ഈ റോഡ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഹൈവേ, അത് കയറാൻ ഒറ്റപ്പെടൽ എല്ലാപ്പൂരും എത്തും, കുറച്ച് ദൂരമുള്ളൂ. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം, എല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിരവധി ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ആളുകൾ സെറ്റ് ചെയ്തിട്ടുള്ള പല ഗ്രാമങ്ങളുണ്ട്. അത് കാണാനും അതിനു വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. കാരണം അവർ പല റിലീജിയനിലായിട്ട്, അതായത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ് സെപ്പറേറ്റ് വില്ലേജുകളായിട്ട് ഒരു 50,000-ഓളം കൂടുതൽ ആൾക്കാർ പല വില്ലേജുകളായിട്ട് കാട്ടിലും മറ്റൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അത് എല്ലാപ്പൂര് ആണ് കൂടുതലായിട്ടുള്ളത്. അവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എത്താനായിട്ട്. ഹൈവേയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ എല്ലാപ്പൂരും എത്തും. എല്ലാപ്പൂരും എത്തിയിട്ട് സ്റ്റേ ചെയ്ത് ഇന്ന് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നാളെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.